ചാടാൻ പറ്റില്ല. നിന്ന് തൊടണം. ഇല്ല അതന്നെ ചാടി തൊടരുത്. ചാടി തൊടലില്ല, അല്ലാതെ തൊടണം. അങ്ങനെ പറ്റില്ല. ഇത് കളക്കളി, കളക്കളിയാണ്. അത് പറ്റില്ല. ആരെയും കാണാനും പരിചയപ്പെടാനൊന്നും ഇറങ്ങിയിട്ടില്ല. പേര്? എന്റെ പേര് ഫാസില്. അയാളല്ലേ ആര്? വില്ലേജ് ഓഫീസർ. ഇപ്പൊ പുതിയ താമസക്കാരാ? അത് പഴയ യൂസഫ് കെയാണ്. അത് ആദ്യം കല്യാണം കഴിച്ച ആളോ? അല്ല കുഞ്ഞുമോനെ, ഞാൻ എന്നെ എപ്പോഴും ചായ കുടിച്ചാൻ വിളിച്ചിട്ട് എന്താ വരാത്തത്? അല്ലണ്ണി, എന്താ എനിക്ക് ഒരു വല്ലാത്തൊരു കണ്ണുമോറൊക്കെ ഒരു ഇതായിക്കണം. എന്തേ ഓഫീസിൽ എന്തേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഓഫീസ് ഒന്നല്ല, പിന്നെന്താണ്? ഞാൻ ഷാഹിനാനെ കണ്ടു. ഷാഹിനാനെ? എവിടുന്ന്? എവിടെ? അവിടെ നമ്മളാ ഫ്രണ്ടിലെ വീട്ടില് ഷാഹിനാന്റെ വീടാണ്. അതെങ്ങനെ ഓളെ വീട് ഇവിടെ? അവര് ഓളെ ഭർത്താവിന് ഇവിടെ എവിടെയാണ് ജോലി. അവരിവിടെ രണ്ടിനാ തോന്നുന്നു. എന്നിട്ട് ഇജ്ജ് കണ്ടോ ഓളെ ശരിക്ക്? എന്നോട് വർത്താനം പറഞ്ഞാ? ഇല്ല, ഞാൻ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് അവള് വന്നത്. മാപ്പിളിനേറ്റോ? ഭർത്താവായിട്ട് ഞാൻ സംസാരിച്ചു, പരിചയപ്പെട്ടൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അവളെ വീടാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അവളായിട്ട് അയാളെ വിളിക്കാൻ വേണ്ടി വന്നു. ഇനിയിപ്പൊ ഇജ്ജ് ഈ മൂന്തി വീർപ്പിച്ച് ടെൻഷനായി കുത്തിരിക്കണ കണ്ട ആ പെൺകുട്ടി ജോലി കഴിഞ്ഞിട്ട് വരൂലേ? ഓള് കണ്ട എന്തിനും നന്ന്. ഇതെത്താണ് എനിക്ക് ഇനി അത് ഓളി കൂടി അറിയിച്ചേണ്ട. അത് സായിനാണ് മറ്റേതാണെന്നുള്ളത്. ഷാഹിനാനെ കണ്ടതിലുള്ളതല്ല എനിക്ക്. പിന്നെ എന്താണ്? ഓളെ ഓർമ്മകളൊന്നും അല്ല പ്രശ്നം. ഓക്ക് 2 കുട്ടികളുണ്ട്. ഓളെ ഭർത്താവും 2 കുട്ടികളും അവിടെ വന്ന് ഞാൻ സംസാരിച്ചത്. എന്താ ജി പറഞ്ഞത്? ഷാഹിനാൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 8-10 കൊല്ലത്തോളായില്ലേ. ഓള് വേറെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുമായി. കുട്ടികളൊന്നും ആകാത്തത് ഇവിടെ അല്ലമ്മ. നമ്മൾ ഷാഹിനാക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഒഴിവാക്കിയത്. കുഴപ്പം ഷാഹിനാക്കല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞിരട്ടാ, ഇത് ഓളെ അറിയിച്ചരുത്. തിരിച്ചും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. എന്റെ കുട്ടിന്റെ കുടുംബജീവിതമാണ് ഇല്ലാതാവും. നമ്മളിപ്പോ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിക്കണം. നമുക്ക് ഇവിടുന്ന് പോണം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. മനസ്സിലായ? ഇത് നൊരോൾക്കല്ലേ? നൊരോളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ പെണ്ണ് ഇങ്ങോട്ട് വരാനയക്കണ്. നൊരോൾക്കല്ലേ ഉയ്മോനെ? മാന്റെ കുട്ടി നൊരോളിക്കണ്ട. പഠിച്ചോൻ എൻ്റെ വരിയിൽ ഇങ്ങനെ കണക്കാക്കിന്ന് വിചാരിച്ചാൽ മതി. ഇത് ഞാനോട് പറയല്ലേ, ഈ സങ്കടപ്പെട്ട് ഞാൻ കൂട്ടിയിട്ട് വരുമ്പോ അത് കാണും. അത് വരുന്ന നേരെ അയക്കണ്. കരയല്ലേ? ഞാൻ എനിക്ക് ചായ വെള്ളം എന്താ പഠിച്ചു ഓളും വിചാരിച്ച് കരയണ്ട. അനക്ക് ഇത്ര പഠിച്ചോ ഏകിയിട്ടുള്ളൂ. എൻ്റെ ഓരിയിൽ ഇങ്ങനെ കണക്കാക്കിയത് നാട് മാത്രം വിചാരിച്ചാൽ മതി. വേറെ ഒന്നും വിചാരിച്ചണ്ട. പഠിച്ചോ കണക്കാക്കിയ മാതിരിയേ വരുള്ളൂ. പടപ്പുകൾ കണക്കാക്കിയ മാതിരി വരൂല. ചിന്നി കൂടി സങ്കടപ്പെട്ടല്ലേ? ഇനിയിപ്പോ ആ പെണ്ണ് കയറി വരുമ്പോ എൻ്റെ ഇന്ത്യയൊക്കെ മോന്ത മാറി കാണുമ്പോ ഓക്ക് സംശയം വരും. നല്ല മട്ടത്തിൽ ഇരിക്കുക. ആ കുട്ടി പണിക്ക് പോയതല്ലേ? ഞാൻ കണ്ണൊക്കെ ഒന്ന് തുടച്ച എന്നിട്ട് ഇടുവാ ചായൻ്റെ ഇളം കുടിക്കാൻ. ഇടുവാ കണ്ണൊക്കെ തുറക്ക്. എന്നിട്ട് പോര് ചായ കുടിക്കാൻ. നമുക്ക് നമ്മളത് ഞാനല്ല വേറൊരാൾ തകയരുത്. ഇടുവാ. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് നമുക്ക് പോണം.